ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പം ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം മന്തി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണെന്നല്ലേ. അതെ, എനിക്കിന്ന് അങ്ങനെ ഇരുന്നു ഭയങ്കര ആഗ്രഹം മന്തി കഴിക്കണം. ഇടയ്ക്കൊക്കെ ഉള്ളതാണ് ഇങ്ങനെ ഓരോരോ ആഗ്രഹങ്ങൾ, അത് വേണം ഇത് വേണം എന്നൊക്കെ ഉള്ളത്. സാധാരണ ഏട്ടൻ ഒന്നിനും നോ പറയാറില്ല, പോയേക്കാം എന്നാണ് പറയാറ് കേട്ടോ. ഇന്ന് എന്നോട് റെഡി നീ ഉണ്ടാക്കിയാവോ, എന്നാൽ പിന്നെ എല്ലാവർക്കും കഴിക്കാമല്ലോ, നമ്മൾ പോയാൽ നമ്മളല്ലേ കഴിക്കത്തുള്ളൂ, ആ എക്സ്പെൻസ് തന്നെ വരത്തുള്ളൂ. അപ്പം ഞാനും ആലോചിച്ചപ്പോൾ ശരിയാണ്, എന്നാൽ പിന്നെ ഉണ്ടാക്കിയേക്കാമെന്നങ്ങ് കരുതി. അങ്ങനെ വേണ്ട മന്തി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. റൈസ് സാധനങ്ങളൊക്കെ ആയിട്ട് ബ്രേക്ക് വന്നപ്പോഴത്തേക്ക് മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചിക്കനൊക്കെ മാറിനേറ്റ് ചെയ്ത് അപ്പം തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചേക്കണേ. കുറച്ച് ബട്ടറും കുറച്ച് ഓയിലും വെച്ചിട്ട് ബട്ടർ മന്തി ഉണ്ടാക്കണേ. ബാക്കി ചിക്കനൊക്കെ മാറിനേറ്റ് ചെയ്ത് അവിടെ ഇരിപ്പുണ്ട്. 2 വട്ടമായിട്ടായിട്ട് ഉണ്ടാക്കിയെടുത്ത് അരിയൊക്കെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അരി തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ആയിക്കിടും കേട്ടോ. അങ്ങനെ തന്നെ നമ്മുടെ ചിക്കൻ ഷാലോ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അരിയും ഏകദേശം തിളച്ചിട്ടുണ്ട്, അതും കൂടെ ഇറക്കി വെച്ചാൽ മതിയെ. അപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ മസാല ആ സംഭവം റെഡിയായിട്ട് ഞാൻ കുക്കറിലാണ് കേട്ടോ മന്തി ബാക്കി സെറ്റ് ചെയ്തത്. അങ്ങനെ റൈസും കാര്യങ്ങളൊക്കെ അതിൽ സെറ്റ് ചെയ്തു. 1.5 മണിക്കൂർ നേരം അടച്ചൊക്കെ വെച്ചിട്ട് എടുത്തപ്പോഴത്തേക്കും നമ്മുടെ മന്തി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. തമ്പൂന് വളരെ ഇഷ്ടമായി എന്നാണ് അവൾ പറഞ്ഞത്. നല്ല രസമുണ്ടമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് സോസൊക്കെ കൂട്ടി കഴിച്ചു. ഏട്ടൻ പിന്നെ മയണൈസൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഉണ്ടാക്കി നമ്മൾ അപ്പം കഴിക്കട്ടെ എന്ന്. മയണൈസ് നമ്മൾ അങ്ങനെ അടിച്ച് വെക്കാറില്ല. അങ്ങനെ ഞങ്ങൾ കഴിച്ചു കേട്ടോ. നന്നായിരുന്നു. ഓക്കെ, ബൈ ബൈ.